തൃശൂർ കോർപ്പറേഷൻ തർക്കത്തിൽ കടുത്ത നിലപാടുമായി വി.എസ്. സുനിൽകുമാർ. എം.കെ. വർഗീസ് മേയർ സ്ഥാനം രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെയും തന്റെയും നിലപാടെന്ന് വി.എസ്. സുനിൽകുമാർ പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് എൽ.ഡി.എഫിനായി പ്രവർത്തിക്കാതെ മേയർ എൻ.ഡി.എക്ക് വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. CPI-യുടെ പിന്തുണ മേയർക്കില്ലെന്നും രാജിക്കാര്യത്തിൽ എൽ.ഡി.എഫ് തീരുമാനമെടുക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. നമുക്കിപ്പം ലെവിൻ, ഈ സുരേഷ് ഗോപി പ്രകീർത്തനത്തിന് പിന്നാലെ തന്നെ CPI ഈ ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. മുൻ ധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വർഗീസ് മുന്നണിയിൽ തുടരണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചതുമാണ്. അപ്പോൾ ഇപ്പോൾ വി.എസ്. സുനിൽകുമാറിന്റെ വാക്കുകളും ഇതുമായി തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണോ? നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭരിക്കുന്ന മേയർ എന്ന നിലയിൽ അല്ല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി തന്നെ നിലപാടെടുത്ത് പോയിട്ടുള്ളൊരു മേയറാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം അത് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ് എന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഇലക്ഷൻ കാലത്ത്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് NDA സ്ഥാനാർത്ഥി എന്തോ 2 കോടിയോ മറ്റോട് കൊടുത്തു, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല ആളുകളും ഹൈമാസ് ലൈറ്റുകളൊക്കെ സ്ഥാപിക്കുക മാത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വികസന കാഴ്ചപ്പാടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഞാനിവിടെ 5 കൊല്ലം MLA ആയിരുന്ന സമയത്ത് ഈ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ, പാർട്ടി ഉന്നയിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ മാറ്റണമെന്ന് CPI പറഞ്ഞിട്ടുണ്ട്. CPIയുടെ അഭിപ്രായം തന്നെ എനിക്കുള്ളൂ. CPI അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ. ഏതായാലും അദ്ദേഹത്തെ ഒരു മേയർ എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇടതുപക്ഷ മേയർ എന്ന നിലയിൽ അംഗീകരിച്ചു പോകുന്നതിന് രാഷ്ട്രീയമായിട്ട് പ്രയാസമില്ല, വ്യക്തിപരമല്ല. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ, ഈ വി.എസ്. സുനിൽകുമാറിന് പറയാനുള്ളത് നമ്മൾ കേട്ടു. കെ വത്സരാജിന്റെ വാക്കുകൾക്ക് സമാനം തന്നെയാണ് സുനിൽകുമാറിന്റെ വാക്കുകളും. വിവരങ്ങൾ സേതുലക്ഷ്മി, കെ വത്സരാജ് CPI തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളേക്കാൾ കടുപ്പിച്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വി.എസ്. സുനിൽകുമാർ. മുൻ മന്ത്രിയും CPIയുടെ സംസ്ഥാന സമിതി അംഗവും എൽ.ഡി.എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽകുമാർ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം എം.കെ. വർഗീസ് തൃശൂർ മേയർക്കെതിരെ നടത്തുന്നത്. മേയറുടെ നിലപാടുകൾ ഇടതുപക്ഷത്തിന് ചേർന്നതല്ല, BJPയെ സഹായിക്കുന്നതിന്, NDA സഹായിക്കുന്നതിന് വേണ്ടി ആണ് അത്തരത്തിലുള്ള മേയറുടെ നടപടികൾ ഉണ്ടായത്. അത് യാതൊരു തരത്തിലും LDFന് അനുകൂലമായിരുന്നില്ല. മേയറായി, അത് ഇടതുപക്ഷത്തിൻ്റെ മേയറായി എം.കെ. വർഗീസ് തുടരുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിശ്വാസ്യതയുമില്ല. അദ്ദേഹത്തെ LDF നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാത്ത മേയറെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. CPI അക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു, തീരുമാനമെടുത്തു കഴിഞ്ഞു. LDF എന്നുള്ള നിലയിൽ കൂട്ടായ തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വി.എസ്. സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി, അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള സൗഹൃദമടക്കമുള്ള വിഷയങ്ങൾ ഒട്ടേറെ തവണ ഇതിനോടകം ജില്ലയിൽ വിവാദമായതാണ്. മുന്നണി ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പോലും LDFിനുള്ളിൽ CPM-ഉം CPI-യും തമ്മിൽ ചർച്ചകൾ നടക്കുകയും അത്തരത്തിൽ മുന്നണി ബന്ധങ്ങളെ ബാധിക്കാതെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തതാണ്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയെ വീണ്ടും ആവർത്തിച്ച് പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPI നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തുറന്നു പറച്ചിലാണ് ഈ CPIയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള വി.എസ്. സുനിൽകുമാർ നമ്മളോട് നടത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുകൊണ്ട് ഗൗരവമായി മതേതര ശക്തികളും UDF-ഉം ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും തിരുത്തലുകൾ ഉൾക്കൊണ്ട് ഇടതുപക്ഷം തിരിച്ചു വരുമെന്നും വി.എസ്. സുനിൽകുമാർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ശൈലിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ മാത്രം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് വി.എസ്. സുനിൽകുമാർ പറയുന്നു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും ശൈലിയും ഇതുതന്നെയായിരുന്നു. അത്തരത്തിൽ യാതൊരു മാറ്റവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുകൂടി ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത് CPI എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷം ആകെ തെറ്റ് ചെയ്തു എന്നുള്ളൊരു നിലപാട് തങ്ങൾക്കില്ല. അത്തരത്തിലുള്ള നിലപാടുകൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തണം. LDFിൽ ഉള്ളിൽ CPI-യും CPM-ഉം മുന്നണി എന്നുള്ള നിലയിൽ കൂട്ടായി
പൂർണ്ണമായും യോജിച്ചും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. മാത്രമല്ല ഈ തിരുത്തലുകൾ നടത്തി തൃശൂർ ജില്ലയിലടക്കം ഇടതുപക്ഷം തിരിച്ചു വരുമെന്നും VS സുനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മേയർക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. മേയറെ ഇടതുപക്ഷ മേയറായി അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, BJPയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ് മേയറുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തനങ്ങൾ നടന്നത്. മേയർ രാജിവെക്കണം. ഇടതുപക്ഷത്തിന് മേയറായി അംഗീകരിക്കാൻ MK വർഗീസിനെ സാധിക്കത്തില്ല. മുന്നണി തീരുമാനമെടുത്ത് ഇദ്ദേഹത്തെ മാറ്റണമെന്നും VS സുനിൽകുമാർ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞു. സേതുലക്ഷ്മി, ലെവിൻ, ഈ MK വർഗീസിന്റെ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾ അത് ഇപ്പോൾ പുതിയൊരു സംഭവമല്ല. നേരത്തെയും കുറച്ച് കാലങ്ങളായി അദ്ദേഹം വാർത്തകളിൽ നിറയുന്നുണ്ട്. തൃശ്ശൂർ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ 3 വർഷം, ആദ്യത്തെ 3 കൊല്ലം കഴിഞ്ഞ് ഭരണമാറ്റത്തിന് തയ്യാറാണെന്ന് MK വർഗീസ് സമ്മതിച്ചിരുന്നു എന്നാണ് CPI ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിപ്പോൾ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലും MK വർഗീസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ജില്ലാ സെക്രട്ടറിയുടെ വിമർശനത്തിന് കുറച്ചും കൂടി കടുപ്പിച്ചാണ് ഇപ്പോൾ VS സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. MK വർഗീസ് ഇനിയെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ അങ്ങനൊരു സൂചന ലഭ്യമാകുന്നുണ്ടോ? ഒപ്പം തന്നെ LDFന്റെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? സേതുലക്ഷ്മി, LDFന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാൻ ഇനിയും മുന്നണി കൺവീനറായിട്ടുള്ള KV അബ്ദുൽ ഖാദറിന്, ജില്ലാ LDFന്റെ കൺവീനറായിട്ടുള്ള KV അബ്ദുൽ ഖാദറിന് സാധിച്ചിട്ടില്ല. അതിന് കാരണം CPMനുള്ളിലെ തന്നെ ഒരു വിഭാഗത്തിനും മേയറുടെ പ്രവർത്തനങ്ങളോടും മേയറുടെ രീതികളോടും വിയോജിപ്പുണ്ട്. അതിശക്തമായ രീതിയിൽ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഇതിനോടകം തന്നെ CPMന്റെ ഒരു വിഭാഗം നേതാക്കൾ ആ വിയോജിപ്പുകൾ ഉന്നയിച്ചതാണ്. മുന്നണിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷിയായ CPI പൂർണ്ണമായും മേയറെ കൈയൊഴിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതുവിധേനയും ഈ നെക്ക് ടു നെക്ക് എന്നുള്ള നിലയിൽ നിൽക്കുന്ന കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും CPM ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷേ എന്നാൽ ആ പ്രതിരോധങ്ങളെയെല്ലാം വകവയ്ക്കാത്ത വിധത്തിൽ CPMനുള്ളിൽ നിന്നും CPIക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ശബ്ദങ്ങൾ ഒഴുകുന്നു മേയറിനെതിരെ. അത്തരത്തിലൊരു സാഹചര്യത്തിൽ മേയറുടെ പ്രതികരണം ഇന്ന് നമ്മൾ തേടാൻ ശ്രമിച്ചിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ്. വിവാദങ്ങളോടും രാഷ്ട്രീയ വിഷയങ്ങളോടും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് മേയർ സ്വീകരിക്കുന്ന നിലപാട്. മേയർക്കെതിരെ കോർപ്പറേഷനുള്ളിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലും വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു 2 മാസത്തിലേറെയായി കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ മേയർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ. അതിനോടൊപ്പം തന്നെയാണ് മേയർ ഭരണപരമായും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു മേയറുടെ നിലപാടുകൾ എന്നുള്ള ഒരു ആവർത്തിച്ചുള്ള കുറ്റാരോപണങ്ങൾ LDFനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. വിവാദങ്ങളോട് പ്രതികരിക്കാൻ മേയർ തയ്യാറായിട്ടില്ല. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സമ്മർദ്ദവും MK വർഗീസ് ഈ സാഹചര്യത്തിൽ നേരിടുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നുള്ള ചില സൂചനകൾ, രഹസ്യ സൂചനകൾ, അത്തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിലെ മേയറിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായിട്ടുള്ള സൗഹൃദമടക്കം ഇതിനോടകം വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. LDFനുള്ളിൽ, ഇടതുപക്ഷത്തിനുള്ളിൽ, CPMനുള്ളിലും CPIക്കുള്ളിലും അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടു. CPIയുടെ നിലപാടിനോട് യോജിക്കുന്ന CPM നേതാക്കൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മേയറുടെ ഭാവിയും ഈ കോർപ്പറേഷൻ്റെ ഭരണവും സംബന്ധിച്ചാണ് LDFനുള്ളിൽ ആശങ്കകൾ നിലനിൽക്കുന്നത്. ഏതുവിധേനയും ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് LDFന്റെ പ്രധാന നേതാക്കൾ നടത്തുന്നതെങ്കിലും അതിനോട് യോജിച്ച് പ്രവർത്തിക്കാൻ CPI തയ്യാറാകുന്നില്ല എന്നുള്ളതും CPMലെ ഒരു കൂട്ടം ആളുകൾ ആ CPIയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സേതു, ശരി ലെവിൻ, അങ്ങനെ ഈ തൃശ്ശൂർ കോർപ്പറേഷനും മേയറും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പിൻബലത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറാണ് MK വർഗീസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലുണ്ടായ പ്രകോപനം എന്ന് പറയുന്നത് സുരേഷ് ഗോപി പ്രകീർത്തനമായിരുന്നു. സുരേഷ് ഗോപി പ്രകീർത്തനത്തിന് പിന്നാലെ ഈ മേയർ MK വർഗീസിന്റെ രാജി ആവശ്യപ്പെട്ട് അപ്പോൾ തന്നെ CPI രംഗത്തെത്തിയതാണ്. മുൻ ധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ MK വർഗീസ് തയ്യാറാകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അന്നേ ആവശ്യപ്പെട്ടിരുന്നു. വത്സരാജിന്റെ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടി ബലം നൽകുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് ഇപ്പോൾ VS സുനിൽകുമാർ സ്വീകരിച്ചിരിക്കുന്നത്. രാജിവെക്കണം, MK വർഗീസ് മേയർ സ്ഥാനം രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെയും തന്റെയും നിലപാടെന്ന് വ്യക്തമാക്കുന്നു, അടിവരയിടുന്നു VS സുനിൽകുമാർ ന്യൂസ് മലയാളത്തോട്. ലെവിൻ K. വിജയനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.